Walk worthy of the Lord. According to the call that God has given you. Walk worthy of the call. Hallelujah. ഇനിയും 1 പത്രോസിൽ തന്നെ നമ്മൾ 2 പത്രോസ് 1:11 വായിച്ചു. 1 പത്രോസ് 1:4-5 വായിച്ചോളൂ. 1 Peter chapter 1 verse 4 and 5. ഈ പുതിയ രാജ്യത്തിന് കിട്ടുന്ന അവകാശത്തിന്റെ ഒരു പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് യെസ്, ഒന്ന് കേൾക്കണേ. വിശ്വാസത്താൽ കർത്താവിന്റെ വരവിൽ ദൈവശക്തിയിൽ കാക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ, കർത്താവിന്റെ വരവിൽ വിശ്വാസത്താൽ ദൈവശക്തിയിൽ നമുക്ക്. അപ്പൊ ദൈവശക്തി ഇല്ലാത്തവർ കാക്കപ്പെടുന്നുണ്ടോ? അവര് കാക്കയില്ല. ഹലോ, അവർക്ക് എന്തില്ല? കാക്കയില്ല. കാക്കപ്പെടണോ? എന്ത് വേണം? ദൈവശക്തിയും വിശ്വാസവും വേണം. പരിശുദ്ധാത്മാവിനാലാണ് മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ ആത്മനിറവില്ലാത്തവന്റെ പുറത്ത് മുദ്ര എങ്ങനെ വരുന്നത്? അന്ത്യകാലത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ദൈവശക്തിയും വേണം. എന്ത് വേണം? വിശ്വാസവും വേണം. ചിലർക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്താൽ ഞാൻ അങ്ങ് പോവും. അത് നല്ലവണ്ണം അറിയാവുന്നവർ പറയും, ഡോക്ടർ വായിച്ചിട്ടില്ലേ ബൈബിളിൽ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന്? അങ്ങനെ ഒരു വാക്യമില്ല ബൈബിളിൽ. യേശുവിൽ വിശ്വസിച്ച് സൗഖ്യം കിട്ടിയ സ്ത്രീയോട് നിനക്ക് എന്നിലുള്ള വിശ്വാസം, അതാണ് നിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു. അല്ലാതെ എല്ലാവർക്കും തോന്നുന്ന വിശ്വാസമല്ല. പ്രൈസ് ദി ലോർഡ്. അത് മലയാളത്തിൽ ലാവിഷായിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറ്റായ കൊട്ടേഷനാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. അത് യേശു പറഞ്ഞതൊരു സ്ത്രീയോടാണ്. അവക്ക് യേശുവിലുണ്ടായ വിശ്വാസം അവളെ രക്ഷിക്കട്ടെ എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് കൽക്കട്ടായി പോകുന്ന ട്രെയിനെ കയറി ഇരുന്ന് വെച്ച് 4 ദിവസം കഴിയുമ്പോൾ ഡൽഹിയിൽ എത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? മുകളിലുള്ളവരൊക്കെ കൽക്കട്ടായിൽ, നീ താഴെ ഇരുന്നുകൊണ്ട് ഡൽഹിക്കും പോകാൻ നടക്കില്ല. പോകുന്ന വണ്ടി എങ്ങോട്ടാണോ അവിടെ എല്ലാവരും ഒരുമിച്ച് പോകും. ഈ സഭയിൽ ഇരിക്കുന്നവരെല്ലാം ദൈവരാജ്യത്തിലാണ് പോകുന്നെങ്കിൽ നീയും ദൈവരാജ്യത്തിൽ പോകും. ഹല്ലേലൂയ. ഇരിക്കുന്ന സ്ഥലം സൂക്ഷിച്ചു വേണം ഇരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരിക്കുന്നവരെല്ലാം പോകുന്നില്ലെങ്കിൽ അവിടെ പോയി ഇരിക്കരുത്. തെറ്റായ ബോർഡിംഗ് പാസും മേടിച്ച് തെറ്റായ ബോർഡിംഗ് ഗേറ്റിൽ പോയിട്ട് ഇപ്പം പ്ലെയിൻ വരുമെന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ ബോർഡിംഗ് മിസ്സാകും. ബോർഡിംഗ് ടൈം ആയി കഴിഞ്ഞു. അകത്ത് കയറ്റാൻ സമയമായി. കാഹളം ധ്വനിക്കാൻ സമയമായി. നിത്യജീവന്റെ പങ്കാളിയായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. 1 പത്രോസ് 1:4-5 വാക്യം വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, പതുക്കെ പതുക്കെ വായിക്കണം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ ബോൺ അഗെയിൻ, വീണ്ടും ജനനം എന്നുള്ള പദവി ദൈവമക്കൾക്ക് കിട്ടിയിരിക്കുന്ന ക്ഷയം, വാട്ടം, മാലിന്യം ഇല്ലാത്ത അവകാശം. Incorruptible, undefiled and unfading riches reserved in heaven. നിങ്ങൾക്ക് വേണ്ടി എവിടെ വെച്ചിരിക്കുന്നു? സ്വർഗത്തിൽ. റിസർവ്ഡ്, പേരെഴുതി വെച്ചിട്ടുണ്ട്. ജോർജ് കോവൂർ എന്ന് എഴുതി. റിസർവ് ചെയ്യാൻ വെച്ചിരിക്കുക. അവിടുത്തെ കല്യാണ വിരുന്നിന് റിസർവേഷൻ ഉണ്ടോ? കുഞ്ഞാടിന്റെ കല്യാണമായി. റിസർവേഷൻ. നിനക്കൊരു സീറ്റ് ഉണ്ടോ? പേരിട്ടോണ്ട് ഇല്ല. ഇന്ന് രാത്രി പേരിട്ടൊരു സീറ്റ് ഉണ്ടാകുവാനും ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനും നിത്യജീവന്റെ പങ്കാളിയായി തീരുവാനും ദൈവം ഭാഗ്യം തരട്ടെ. ഹല്ലേലൂയ. How many of you are sure that you have reserved in heaven something that God has kept for you, uncorruptible, undefiled and unfading? ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ഒരു നിക്ഷേപം നിനക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇപ്പോഴേ പറഞ്ഞോളൂ, ഉണ്ടെന്നുള്ളവർ മാത്രം. അവിടെ ഓൾറെഡി ദൈവം വെച്ചിരിക്കുക. താങ്ക് യു എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ഇറ്റ്സ് ഓൾറെഡി റിസർവ്ഡ് ഫോർ യു. ദൈവം നിനക്ക് വേണ്ടി അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 1, 2, 3 വാക്യം. ഇത് വളരെ ശ്രദ്ധിച്ചു വായിക്കണം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ സാധാരണക്കാരായ പാപികളും ദോഷികളുമായ വെളിമ്പറമ്പിൽ തള്ളപ്പെട്ടവരായ പരദേശികളായ പേര് ദൈവരാജ്യത്തിൽ ഇല്ലാഞ്ഞവരായ ജാതിയായ ഒരു കാരണവശാലും ദൈവം കണക്കെഴുതാത്തവനായ എന്നെ ദൈവമകൻ എന്ന് വിളിക്കുവാൻ
ഒന്ന് ചിന്തിച്ചു നോക്കി. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. What, beloved, what a manner of love the Father has given, that we should be called the children of God. ദൈവമക്കളെന്ന് വിളിക്കാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഹലോ, നമ്മൾ ആരായിരുന്നു? അന്ധകാരത്തിലായിരുന്നു. നമ്മൾ ആരുടെ മക്കളായിരുന്നു? പിശാചിൻ്റെ മക്കളായിരുന്നു. കള്ളം പറയും, അപ്പച്ചൻ കള്ളൻ്റെ നേതാവായിരുന്നു. ചാൻസ് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ദോഷം ചെയ്യും, അതായിരുന്നു നമ്മുടെ വല്യപ്പൻ. പിശാചിന്റെ അധീനതയിൽ കിടന്ന നമ്മെ ദൈവമക്കളെന്ന് ഇന്ന് രാത്രി വിളിക്കുവാൻ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ സ്നേഹം പിതാവ് ഇന്ന് രാത്രി തന്നിരിക്കാൻ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Oh beloved, let's thank God that what manner of love our Father has given us, that we are called the children of God. ഇതിലും വലിയൊരു പദവി ലോകത്തിലുണ്ടോ? ഹല്ലേലൂയ. ഇതിലും വലിയ പദവി ഉണ്ടോ? ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ ഇച്ചിരി അഹങ്കാരികളാണ്. കോവൂരെന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ ഗമയെ നടക്കുന്നൊരു ടീമാണ്. അതൊക്കെ വല്ല കാര്യമുണ്ട്. കുറെ അഹങ്കാരങ്ങൾ പൗലോസിന് പറയാനുണ്ടായിരുന്നു. എബ്രായൻ, പരിച്ഛേദനയേറ്റവൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ പഠിച്ചവൻ, റോമ പൗരൻ, ചട്ടങ്ങളെല്ലാം അനുസരിച്ചവൻ, എന്ത് നോക്കിയാലും അന്നുണ്ടായിരുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. അവൻ പറയുകയാണ്, ഇതെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ചപ്പ ചണ്ടി എന്ന് ഞാൻ എണ്ണി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മയും ചപ്പ ചണ്ടി എന്ന് എണ്ണുവാൻ, ദൈവ പൈതൽ എന്ന് വിളിക്കുന്ന പദവി ഏറ്റവും വലുതായി കണക്കൂട്ടുവാൻ ഇന്ന് എത്ര പേര് റെഡിയാണ്? To count the great privilege to be called as the children of God. There's nothing greater. ഈ ലോകത്തിൽ അതിലും വലിയൊരു സംഭവമുണ്ടോ? ഹല്ലേലൂയ. ഏറ്റവും വലിയ സംഗതി അതാണ്. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇത്ര വലിയ പിതാവ് ഇത്ര വലിയ സ്നേഹം തന്നു. ഒന്ന് പറയാമോ, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്? പിശാച് ഒന്ന് കേൾക്കട്ടെ. പിശാചിന് ഇഷ്ടമില്ല, ഇപ്പോഴും തന്നെ പിശാച് ഓടിക്കോളും. ഉറക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന്റെ പൈതൽ. അവന് ചൊറി വരും, ചൊറിയും തോന്നും, അവന് ദേഷ്യമാണ്. ഇടക്കിടയ്ക്ക് പറഞ്ഞാൽ മതി, അവൻ ഓടിപ്പോക്കോളും. ഉറക്കെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I am the child of God. Each time you declare, each time you say, the hold of Satan is being released. നീ ഓരോ പ്രാവശ്യവും അത് പറയുമ്പോൾ പിശാചിന് നിന്റെ മേലുള്ള പിടി വിട്ടോണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും പറയാം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I am the child of God. വാതുറന്ന് ഉറക്കെ പറ, കേൾക്കട്ടെ ശത്രു. I am the child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്, ശ്രേഷ്ഠ ജാതിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യോടൊന്ന് വായിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ തന്നെ നാം, രണ്ടാമതൊന്ന് അണ്ടർലൈൻ ചെയ്യാനായിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. ദാറ്റ് ക്യാൻ നെവർ ചേഞ്ച്. അങ്ങനെ തന്നെ ആകുന്നു. ദൈവ പൈതലാണോ അല്ലയോ എന്ന് ചോദ്യം നിന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? പിശാചാൻ. യേശുവിന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു. ഇതേ ചോദ്യം പിശാച് ചോദിച്ചു, യേശുവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയാമോ? നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ എന്താ 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 ദൈവത്തിന്റെ പുത്രൻ അറിയാവുന്നവർ പറഞ്ഞു. ഹലോ, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഇതാരോടാ ചോദിക്കുന്നത്? ദൈവത്തിന്റെ ഏകജാതനായ പുത്രനോട് പിശാച് പോയി ചോദിക്കുക, എന്താ? ഞാൻ ചാടിക്കാണിക്കാമെന്നാണോ പറഞ്ഞേ? പിശാചേ, ഞാൻ ദൈവപുത്രനാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നെ നീ അനാവശ്യമായി പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഇതേ വർത്തമാനം പറയാൻ പഠിച്ചോണം. ചേട്ടായിയോട് ചോദിച്ച അതേ ചോദ്യം അനിയന്മാരായ നമ്മളോടും പിശാച് ചിലപ്പോൾ ചോദിക്കും. നീ ദൈവത്തിന്റെ പുത്രനാണോ? തിരിച്ചു പറയണം, പിശാചേ ആണടാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ.
നിന്നെ നിന്റെ സകല സേനയും ഒരൊറ്റ വാക്കിനെ ഞാൻ പേടിപ്പിക്കും. എന്റെ ചേട്ടായി എന്റെ യേശുവാണ്, അവൻ എന്റെ രക്ഷകനാണ്. പിശാച് യേശുവിനെ വെറുതെ വിട്ടില്ലെങ്കിൽ നിന്നെയും വെറുതെ വിടുകയില്ല. The same question Satan asked Jesus, he will come to you. അതൊരു സംശയമായി നിന്റെ അടുക്കൽ കൊണ്ടുവരും. പല വിശ്വാസികളും ഇളകിപ്പോവും, അവരുടെ രക്ഷ തന്നെ തെറ്റിപ്പോവും, അവർ സംശയിക്കാൻ തുടങ്ങും. ഒരിക്കലും അതുണ്ടാകരുത്. കാൽവറിയിൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന് രക്ഷിച്ച ദൈവം നിന്നെ ദൈവ പൈതലാക്കിയെങ്കിൽ, നിന്റെ രക്ഷ എന്നേക്കുമായി മുദ്രയിട്ടിട്ടുണ്ടെങ്കിൽ നീ ദൈവ പൈതലാണെന്ന് അഹങ്കാരത്തോടെ പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുകയില്ല. ലോകവും സ്വർഗവും ദൈവപുത്രന്മാരുടെ വെളിപാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ലോകത്തിലെ കേരളത്തിൽ നിന്ന് എത്രണ്ണം വരുന്നുണ്ട്? ഈ റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ ആരൊക്കെ പാസ്സാകുന്നു എന്ന് കാത്തിരിക്കുന്ന ഒരു കാത്തിരിപ്പുണ്ടല്ലോ. യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ എത്ര പേരുടെ പേര് അവിടെ വന്നു, എത്ര പേര് കീഴിലാണ് എന്ന് സ്വർഗവും ലോകവും കാത്തിരിക്കുകയാണ് ദൈവപുത്രന്മാരുടെ വെളിപാടിന് വേണ്ടി. അതിന് പങ്കാളിയായി തീർന്നഴിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ വെളിപാട് അധികം വൈകാതെ ലോകത്തിന്റെ മുമ്പിലും സ്വർഗത്തിന്റെ മുമ്പിലും കാണാൻ പോകുകയാണ്. നീ ദൈവത്തിന്റെ പൈതലാണ് എന്ന്. ഹല്ലേലൂയ. ലോകം നമ്മെ അറിയുകയില്ല, സ്വർഗം നമ്മെ അറിയും. ലോകം അറിഞ്ഞില്ലെങ്കിലും പിശാചിന് നല്ലവണ്ണം അറിയാം നീ ദൈവത്തിന്റെ പൈതലാണ്. അതുകൊണ്ടാണ് ഈ സംശയത്തിന്റെ ചോദ്യം നിന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മേലാൽ അതിനടിമയാകരുത്. വേഗം നമുക്ക് മുമ്പോട്ട് പോകാം. മൂന്ന് വാക്യങ്ങൾ വായിച്ചു ഞാൻ നിർത്താം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 29-ാം വാക്യം. റോമർ ചാപ്റ്റർ 8 വേഴ്സ് 29. ആദ്യജാഗതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ആദ്യജാതനായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ നമ്മെ ദൈവം മുൻ നിയമിച്ചിരിക്കുകയാണ്. ഹലോ. ട്രാൻസ്ഫേർഡ് into the kingdom of God. അത് കഴിഞ്ഞ ശേഷം നിന്റെ രൂപം പോലും ക്രിസ്തുവിനെ പോലെയാക്കും. പിടികിട്ടിയോ? ദൈവം നിന്നെ അന്ധകാരത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന് പിടിച്ച് ദൈവരാജ്യത്തിലാക്കിയച്ച് എന്താ ചെയ്യുന്നത്? പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കാൻ പോവുകയാണ്. Are you ready for that transformation? The great transformation. After being translated from this kingdom to the other kingdom, you are going to be transformed into the likeness of the Son Jesus Christ. Hallelujah. കണ്ണാടി പോയിട്ടൊന്ന് നോക്കണം ആരുടെ രൂപത്തോടെ ഇപ്പൊ റെഡി ആയിട്ടിരിക്കുന്നത്. ദേഷ്യപ്പെടുന്ന കണ്ടു കഴിയുമ്പോൾ പുത്രന്റെ പോയിട്ട് അയ്യോ, ചില നേരത്തൊന്നും മുഖത്തോട്ട് നോക്കാൻ കൊള്ളില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ പുത്രന്റെ രൂപമായിട്ട് ഇവിടെ കാത്തിരിക്കാം. അല്ല വേണ്ട, ആരാധന കഴിയുമ്പോൾ വന്നാൽ മതി. കിൻസിന്റെ താഴെ നിന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ എപ്പോഴാണ് പുത്രന്റെ രൂപം ആകുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഒന്നും വന്നേക്കില്ലേ, അന്ന് പുത്രന്റെ ആണോ ആരുടെയാണോ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പോണം. പ്രൈസ് ദി ലോർഡ്. നോ 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 നോ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് പുത്രന്റെ സാദൃശ്യത്തിന് അനുരൂപരാക്കുവാൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Knowingly or unknowingly, by the power of the Holy Spirit, you and I are being transformed into the likeness of the image of Jesus Christ, who is the firstborn. അവനാണ് ആദ്യജാതൻ. അവന്റെ അനുരൂപമായി തീരുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള സ്വന്ത ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ കാൽവറിയിൽ മരിച്ച എന്തിനാണെന്നറിയാമോ? യേശു കാൽവറിയിൽ മരിച്ച എന്തിനാണെന്നറിയാമോ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ സിസ്റ്ററെ. പതുക്കെ നല്ലതായിട്ട് ഇപ്പൊ വായിച്ച പോലെ ഒന്നുകൂടെ വായിച്ചേ. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത്. ഇനി അധർമ്മം നമ്മുടെ മേലില്ല, അൺറൈച്ചസ്നെസ് ഇല്ല. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ
ശുഷ്കാന്തിയുള്ളവരായി സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ള വിശുദ്ധ ജനമായി ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവൻ്റെ സ്വഭാവത്തിന് അനുരൂപരായി തുടങ്ങും. ദേഷ്യം തന്നെ പോകും, ഇറിറ്റേഷൻ തന്നെ പോകും, ഈർഷ്യ തന്നെ പോകും. പോക്കാൻ നോക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് പോകും. സ്നേഹം തന്നെ വരും, സമാധാനം തന്നെ വരും, സന്തോഷം തന്നെ വരും. യേശുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപരായിക്കൊണ്ടിരിക്കും. അവസാനമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് വായിച്ച് നിങ്ങളെ ഉത്ബോധിപ്പിച്ച ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 1 and 2 ആദ്യം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ യേശുക്രിസ്തു ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും നമ്മെ ഉയർപ്പിച്ചു. പിശാചിന്റെ ശക്തിയിൽ നമ്മെ വിടുവിച്ചു, പുത്രന്റെ രാജ്യത്തിലാക്കി. ഇനി പിശാച് പുറത്തുണ്ടെന്നും അതിക്രമം ഉണ്ടെന്നും പറഞ്ഞ് കരയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഉയർപ്പിച്ചു. അടുത്ത വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനും. ഇത്രയും നാളും ലോകത്തിൽ എന്തോ വ്യാപരിച്ചോ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു. പക്ഷെ ദൈവം നമ്മെ അതിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 12-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാവും. അക്കാലത്ത് നിങ്ങൾ, അതിൻ്റെ അധിപതിക്ക് അനുസരിച്ച് കിടന്ന കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതുള്ളവരും ഇസ്രായേൽ പൗരത്വത്തിന് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും. 3 കാരണമാണ്. ലോകത്തിന്റെ ശക്തിയായ അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന പിശാചിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ക്രിസ്തുവുമായി ബന്ധമില്ല, ഇസ്രായേലിന് അന്യരാണ്. 3 വാഗ്ദത്തങ്ങൾക്ക് അവകാശമില്ല. അപ്പം ഞാൻ വേഗം അത് പറയട്ടെ. ക്രിസ്തുവിലായിക്കഴിഞ്ഞാലോ നമ്മൾ അന്യരല്ല, ഇസ്രായേൽ പൗരത്വമുള്ളവരാണ്. അതിലൊക്കെ ഉപരിയായി എല്ലാ വാഗ്ദത്വവും നമ്മുടെ സ്വന്തമാണ്. അബ്രഹാമിനുള്ള എല്ലാ വാഗ്ദത്വവും എൻ്റെ വാഗ്ദത്തമാണ്. ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ അന്യരായിരുന്നു, പരദേശികളായിരുന്നു, ഇസ്രായേൽ പൗരത്വത്തിനോട് അവകാശമില്ലാത്തവരായിരുന്നു. ഇന്ന് നമ്മൾ അവകാശികളാണ്. ഇത് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇനി പിശാചിന് നിന്റെ മേൽ അധികാരമില്ല, ഇനി രോഗത്തിന് നിന്റെ മേൽ അധികാരമില്ല, ഇനിയും ഒരു ബന്ധനത്തിനോ ആഭിചാരത്തിനോ നിന്റെ മേൽ അധികാരമില്ല, ഇനി തോൽവിക്ക് നിന്റെ മേൽ അധികാരമില്ല, ഇനി ശത്രു നിന്റെ കുടുംബത്തോട് വാദിച്ചു നിൽക്കുന്നതിന് അവകാശമില്ല. നിന്റെ ഭാര്യ ഇനി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കണ്ണു തുറക്കാൻ പ്രാർത്ഥിച്ചെങ്കിൽ അവകാശം പറയും. പിശാചിന്റെ കെട്ടി അഴിക്കുക. ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്മാറ്റത്തിലാണ്, യേശുവിന്റെ നാമത്തിൽ അഴിക്കുക. പിശാചിന് ഇനി അവന്റെ മേൽ അവകാശമില്ല. നിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും നേരെയാകാനുണ്ടോ? മക്കളാണോ? പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ചില വിടുതൽ നടക്കുമാറാകട്ടെ. ചില അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയുമാറാകട്ടെ. ചില പിശാചിന്റെ എല്ലാ പരിപാടിയും തകരുമാറാകട്ടെ. ഹല്ലേലൂയ. അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം ചില ജീവിതങ്ങളെ നടത്തുമാറാകട്ടെ. ഇനിയും നമുക്ക് 19-ാം വാക്യം കൂടെ വായിച്ചേച്ച് പ്രാർത്ഥിക്കാം. ആകയാൽ നിങ്ങൾ ഇനിയും അന്യരും പരദേശികളും അല്ല. ഇനിയും നിങ്ങളുടെ വീസ, പാസ്പോർട്ടൊക്കെ ഇന്ത്യൻ അല്ല. ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലിരിപ്പുണ്ട്, അത് വെച്ചോ, കളയണ്ടെന്നല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാം എടുത്ത് കളഞ്ഞേക്കരുത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇനി അന്യര് പരദേശികളും അല്ല. അടുത്ത വാക്യം,
നിങ്ങൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ, ഫെലോ സിറ്റിസൺസ് ഓഫ് ദ സെയിൻസ്. ചില വിചാരം വിശുദ്ധന്മാരെ ഉണ്ടാക്കുന്ന ഏതോ ഒരു ഫാക്ടറി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആരോ അവിടെ ഇരുന്ന് പറയും അടുത്ത ആൾ വിശുദ്ധനായിക്കോട്ടെ. അപ്പോൾ അവിടുന്ന് സാങ്ഷൻ ചെയ്തൊരു ഉത്തരം ഇങ്ങോട്ട് വിടും, ഇവിടുന്ന് 10 പേര് കൈകൊട്ടും, 2 ഓലാവാലയും വെടിക്കെട്ടും ആവും, ഇവിടെ വിശുദ്ധനാവും. അങ്ങനൊന്നും ബൈബിളിൽ പരിപാടിയില്ല. കർത്താവ് നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ, രക്ഷയിലേക്ക് നടന്നു കഴിഞ്ഞാൽ, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് പുത്രന്റെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനിയും നിങ്ങൾ അന്യരല്ല, പരദേശികളല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെലോ സിറ്റിസൺസ് ഓഫ് സെയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാ? പേടിക്കണ്ട, പറഞ്ഞോ, പറയാൻ ചിലർക്ക് പേടി. ഇനി വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി പോകുമ്പോൾ വല്ല തല്ലി കിട്ടോ, ഒന്നും പേടിക്കണ്ട. കർത്താവ് നിന്നെ വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. ഞാൻ വിശുദ്ധനാകാൻ വിളിക്കപ്പെട്ടവനാണ്. അത് പറയാൻ ധൈര്യമുള്ള ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ, ഫെലോ സിറ്റിസൺസ് ഓഫ് സെയിൻസ്. എന്തോ ഒരു വലിയ പദവിയാണ് ഇന്ന് രാത്രി ദൈവം തന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതല്ലേ പിശാച് നിന്നെ വട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ഒരു കൃപ ദൈവം തരുമാറാകട്ടെ. ഫെലോ സിറ്റിസൺസ് ഓഫ് ദ സെയിൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ ഒരു 10 സ്വത്രം പറയാൻ പോവാൻ. ദൈവത്തിന്റെ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? കോവൂരുകാര് പറയുന്ന പോലെ ദൈവത്തിന്റെ ഭവനക്കാര്. ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ഐ ബിലോങ് ടു ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവരാജ്യത്തിൽ എനിക്കൊരു ഭവനമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ഭവനക്കാരെന്ന്. അങ്ങനെ ദൈവത്തിന്റെ ഭവനക്കാരെന്ന് വിശ്വാസമുള്ളവരെന്ന് സ്വത്രം പറഞ്ഞേ. ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്. ഐ ആം പാർട്ട് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഭവനക്കാരനാണ്. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ദൈവത്തിന്റെ പൈതലാണ്. അത്ര വലിയ ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. ഇത്ര വലിയ സ്നേഹം ദൈവം തന്നിരിക്കുകയാണ്. പിശാചിന് നിന്റെ മേൽ അധികാരമില്ല. രോഗത്തിന് നിന്റെ മേൽ അധികാരമില്ല. ഒരു ശക്തിക്ക് നിന്റെ മേൽ അധികാരമില്ല. യു ആർ ഫെലോ സിറ്റിസൺസ് ഓഫ് സെയിൻസ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ വിശുദ്ധന്മാരുടെ സഹപൗരനാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഭവനത്തിന്റെ അവകാശിയാണ്. You belong to the household of God, eternal God, everlasting Father, unchanging kingdom. നീ മാറിപ്പോകാത്ത ഒരു ദൈവരാജ്യത്തിന്റെ പങ്കാളിയാണ്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പിശാചിന്റെ എല്ലാ പിടിയിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുമാറാകട്ടെ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രോഗസൗഖ്യം ഇന്ന് രാത്രി ദൈവം തരുമാറാകട്ടെ. ആരോഗ്യം ദൈവം മടക്കി തരുമാറാകട്ടെ. നഷ്ടപ്പെട്ട അവസ്ഥകൾ മടക്കി തരുമാറാകട്ടെ. നിങ്ങളുടെ അവകാശങ്ങൾ മടക്കി തരുമാറാകട്ടെ. ആത്മാവും ദൈവശക്തിയും കൃപയും ദൈവം മടക്കി തരുമാറാകട്ടെ. I want to pray for you. I am going to pray for you. ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുള്ളവരെല്ലാം കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ദൈവമേ, പിശാചിന്റെ കെട്ടെന്റെ ഭവനത്തിൽ നിന്ന് അഴിഞ്ഞു പോകണം. പിശാചിന്റെ പിടിയിൽ നിന്ന് മാറണം. എല്ലാ കെട്ടുകളും മാറണം. ഇന്ന് രാത്രി ഇവിടെ തന്നെ നമ്മൾ കണ്ടു കർത്താവിന്റെ ശക്തി പ്രിയ പൈതലിനെ വിടുവിക്കുന്ന ഇന്ന് രാത്രി നമ്മൾ കണ്ടു. അതുപോലെ എല്ലാ കെട്ടുകളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിടുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. പിശാചിന്റെ എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി ഒഴുകട്ടെ. എല്ലാം നീങ്ങിപ്പോകട്ടെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കടക്കുവാൻ, ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരുവാൻ, സിറ്റിസൺസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ആ വലിയ പദവിയിലേക്ക് കടക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് രാത്രി പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്തൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ വിഷയം ഇതാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, സാമ്പത്തികമായ വിഷയമായിരിക്കാം, ജോലിയുടെ വിഷയമായിരിക്കാം, ഭർത്താവിൻ്റെയോ ഭാര്യയുടെ വിഷയമായിരിക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം, രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, കടബാധ്യതകളായിരിക്കാം. എനിക്കറിയില്ല നിങ്ങളുടെ വിഷയം എന്താണെന്ന്, പക്ഷെ ദൈവം അറിയുന്നു. ഇന്ന് വിടുവിക്കാൻ പോകുകയാണ്. Poverty is a curse given by Satan. ദാരിദ്ര്യത്തിൽ നീ വസിക്കുക എന്നുള്ളത്, കടത്തിൽ നീ വസിക്കുക എന്നുള്ളത് പിശാച് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി ദൈവം അതിൽ നിന്നൊരു മോചനം നിനക്ക് തരാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ, കടമെടുത്ത് മുടിയാൻ നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവം ആ കെട്ടിൽ നിന്ന് നിന്നെ അഴിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ അഴിക്കാൻ പോകുകയാണ്. Who will believe that God is going to deliver you from this clutches of Satan? പിശാചിന്റെ ഈ പിടികളിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ പോകുകയാണ്. എൻ്റെ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി നടക്കട്ടെ.
ചില വിടുതൽ ഇന്ന് രാത്രി നടക്കട്ടെ. ചില രോഗശാന്തി ഇന്ന് രാത്രി നടക്കട്ടെ. പുറം വേദനകള്, മുട്ടുവേദനകള്, പല്ലുവേദനകള്, തലവേദനകള്, യൂട്രസിന്റെ മേലുള്ള അസുഖങ്ങള്, ബ്ലാഡറിന്റെ മേലുള്ള അസുഖങ്ങള്, തലച്ചോറിന്റെ മേലുള്ള അസുഖങ്ങള്, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ത്വക്ക് രോഗങ്ങള് ഇന്ന് രാത്രി നീങ്ങുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പ്രശ്നം എന്ത് തന്നെയാണേലും പ്രാർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പ്രാർത്ഥന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ഐ വോണ്ട് ടു സീ ദ ഹാൻഡ്സ് റൈറ്റ് നൗ. വി ആർ ഗോയിങ് ടു പ്രേ ഫോർ യു. അവിടെ എഴുന്നേറ്റ് നിന്നാട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരം ഉയർത്തിയവർ മാത്രം എഴുന്നേറ്റ് നിൽക്കുക. ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ, ചില വിടുതൽ ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ, അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകുവാൻ ഒരു നിമിഷം നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമോ? യേശുവിനോട് ഇപ്പോൾ നിങ്ങളുടെ വിഷയം പറയുമോ? പെറ്റീഷൻ ഗോഡ് റൈറ്റ് നൗ for the cause which you are standing here. എന്തിനു വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തിന് വേണ്ടി നീ ദൈവത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കുക. ഇപ്പോൾ തന്നെ അവൻ ഉത്തരം തരാൻ പോവുകയാണ്. മക്കളെങ്കിൽ അവകാശികളാണ്. നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കണം. പിശാചിന്റെ കെട്ടിനെ ഇന്ന് രാത്രി അഴിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേലുള്ളത്, കുടുംബത്തിന്റെ മേലുള്ളത്, ചുറ്റുപാടുള്ളത് എല്ലാം ഇന്ന് രാത്രി അഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ മക്കളെ ഞങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. കരുണാസമ്പന്നനായ ദൈവമേ, കരുണാപാത്രങ്ങളായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇന്ന് രാത്രി കരുണ കാണിക്കണമേ. അങ്ങയുടെ കരം തൊടുമാറാകണമേ. ഈ നിൽക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതൽ അവകാശം പറഞ്ഞെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യം അവകാശം പറഞ്ഞെടുക്കുകയാണ്. എല്ലാ രോഗത്തിന്റെ ശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാകാം. ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകട്ടെ. എല്ലാ ദാരിദ്ര്യങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. ജോലിയില്ലായ്മകൾ നീങ്ങിപ്പോകട്ടെ. വേദനകൾ നീങ്ങിപ്പോകട്ടെ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ നീങ്ങിപ്പോകട്ടെ. പ്രമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർ, പുതിയൊരു ജോലിക്കായി കാത്തിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം അനുകൂലമായി കാണുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പിശാചിന്റെ എല്ലാ കെട്ടുകളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിക്കുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി പോകട്ടെ. പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിരിക്കുന്ന ക്രിസ്തു രാജാവായി ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. കുടുംബങ്ങളിൽ വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. ഉത്തരം തന്നിരിക്കാൻ നന്ദി. വിടുതൽ അയച്ചിരിക്കാൻ നന്ദി. സൗഖ്യം കൊടുത്തിരിക്കാൻ നന്ദി. യേശുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനോ മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇത്രയും സമയം ശ്രദ്ധയോടെ തീരുമാനം കേട്ട എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വേഗം വരുന്ന യേശുവിനെ കാണുവാനും സ്വീകരിക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.